അപ്പോഴേ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാം, നല്ല അടിപൊളി ബീട്രൂട്ട് അല്ല വീണ്ടും ഒരു അതെ ബീട്രൂട്ടുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ ഇഞ്ചിയും എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഒരു മിക്സഡ് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു തോട്ടമുണ്ട്, അവിടുന്ന് ബീട്രൂട്ട് ചെടിയോടെ കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ കിട്ടത്തില്ലല്ലോ. നമുക്ക് നാട്ടില് നമ്മള് കടകളിലൊക്കെ ഇത്ര ഭാഗം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ ബീട്രൂട്ടിന്റെ. പക്ഷെ ഇത് നമ്മള് ചെടിയോടെ നമ്മളിന്ന് പറിച്ചോണ്ട് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ പരിപാടി കണ്ടു കിടക്കാം. അപ്പൊ നമ്മള് ജ്യൂസിന് ആവശ്യമുള്ള എല്ലാ സാധനവും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ടൊക്കെ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി, പിന്നെ ഒരു അരമുറി നാരങ്ങ, പിന്നെ നമ്മുടെ കുരുവില്ലാത്ത കറുത്ത മുന്തിരിങ്ങ, തണ്ണിമത്തൻ, പിന്നെ ഒരു 3-4 പീസ് പുതിനയില, പിന്നെ ക്യാരറ്റ് ഉണ്ട്. അതന്നെ, അത് രണ്ടും ഒരു കളറായതുകൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കസ്കസ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മധുരം ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ നമ്മൾ പഞ്ചസാരയല്ല ചേർക്കുന്നത്, ഇതിനകത്ത് നമ്മൾ കൽക്കണ്ടമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം മധുരം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മധുരം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിക്കകത്തൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുത്തിട്ട് നമുക്ക് അപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മത്തങ്ങയ്ക്കകത്തെ കുരു കളഞ്ഞിട്ടില്ല. കുരു കളഞ്ഞിട്ടില്ല. കാര്യം ഈ മത്തങ്ങയുടെ കുരു ഉണ്ടല്ലോ, അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ എന്തുവാ ചർമ്മത്തിനും തലമുടിക്കും ഒക്കെ ഒമേഗ 3 സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങളുള്ള. അതുകൊണ്ട് നമ്മൾ അതിന്റെ കുരു ഒന്നും കളഞ്ഞിട്ടില്ല. അപ്പൊ അത് ഉൾപ്പെടെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ജ്യൂസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ചെറിയ കലാപരിപാടിയൊക്കെ ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ സാധനം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പുളിയൊക്കെ ഉണ്ട്. ടേസ്റ്റ് നമ്മൾ അരിച്ചു പോലും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളൊരു സാധനം ഐസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എല്ലാം കൊണ്ടും ഭയങ്കര ഹെൽത്തി ആയിട്ട് ഉള്ളതാ സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി സാധനം. പച്ചക്ക് നമ്മള് എല്ലാ സാധനവും കൂടെ ഇട്ട് അടിച്ചു. നമ്മുടെ ബീട്രൂട്ടിന്റെ കളറാണ് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എടുത്ത എല്ലാ ഫ്രൂട്ടും ഏകദേശം റെഡ് കളറിലെ തണ്ണിമത്തനും മറ്റേ ക്യാരറ്റ് നമ്മൾ സാധാരണ നമ്മുടെ കടയിൽ കിട്ടുന്ന ക്യാരറ്റ് അല്ല, ഇത് നമ്മുടെ മറ്റേ ഒരു കിളുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, ഈ ഹലുവയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് പച്ചക്കൊക്കെ തിന്നാന്. ഇവിടെ തണുപ്പ് കാലങ്ങളില് നമ്മുടെ ഈ മറ്റേ എന്താ നമ്മുടെ മൂന്നാർ ഊട്ടി അവിടെ പോകുമ്പോഴത്തേക്ക് കിട്ടത്തില്ലേ, അത്രയും ക്യാരറ്റ്. അപ്പൊ നമ്മൾ സംഭവം നല്ല കീട സാധനം. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്തു. പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, പുതിനയില, പിന്നെ മുന്തിരിങ്ങ, കുരു കളയാത്ത തണ്ണിമത്തൻ, അത് പ്രത്യേകം നമ്മൾ നോക്കണം. കുരു കളയാത്ത ഇഞ്ചി, ഇത്ര സാധനം. വെള്ളം എന്ന് പറയുന്ന സാധനം നമ്മളിത് തൊട്ടിട്ടില്ല. നല്ല കിടുക്കാച്ച ടേസ്റ്റ് ആണ്. പിന്നെ കസ്കസ് ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട്. ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ, നല്ല കിടുക്കൻ സാധനമാണ്. ടേസ്റ്റ് ആയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. പിന്നെ വളരെ ഹെൽത്തിയാണ്. ഒന്നും ചേർത്തില്ല, മധുരവും ചേർക്കണ്ട കേട്ടോ. നമ്മളിപ്പോ കൽക്കണ്ട കുറച്ച് ചേർത്തായിരുന്നു, പക്ഷെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ ചാനലൊക്കെ ഉണ്ടല്ലോ, മറ്റേ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചോ. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി മറ്റേ ബെല്ലൈക്കണും ഇതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചു. അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.